നാരായണ 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 നാരായണ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇതേവരെ ദേവഹൂതിയുടെ കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ദേവഹൂതിക്ക് ഒരു ജ്യേഷ്ഠത്തി ഉണ്ടായിരുന്നു, ആകൂതി എന്നു പേര്. ആകൂതിയെ വിവാഹം ചെയ്തത് രുചി എന്ന പ്രജാപതിയായിരുന്നു. അവരുടെ പുത്രനായി ഭഗവാൻ യജ്ഞൻ എന്ന പേരിൽ അവതരിച്ചു. ദേവഹൂതിയുടെ അനുജത്തിയായിരുന്നു പ്രസൂതി. ഈ പ്രസൂതിയെ വിവാഹം ചെയ്തത് ദക്ഷൻ എന്ന പ്രജാപതിയായിരുന്നു. ദക്ഷ പ്രജാപതിക്ക് പ്രസൂതിയിൽ 16 പുത്രിമാർ ജനിച്ചു. ശ്രദ്ധ, മൈത്രി, ദയ, ശാന്തി ഇങ്ങനെയൊക്കെയാണ് ആ പുത്രിമാരുടെ പേര്. നല്ല പേരാണ് കേട്ടോ. ഗൃഹസ്ഥന്മാർ കുട്ടികൾക്ക് പേരിടുമ്പോൾ നല്ല പേരിടണം, നല്ല അർത്ഥമുള്ള പേരിടണം. ശുഭപ്രതീക്ഷയ്ക്ക് വകയുള്ള പേരിടണം, അർത്ഥമില്ലാത്ത പേരിടരുത്. ഈ പേരിൽ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ പേരിലും കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തപ്പോൾ ആറ്റുനോറ്റുണ്ടായ പെൺകുട്ടിക്ക് ശൂർപ്പണഖാന്ന് പേരിട്ടാൽ ദോഷമൊന്നുമില്ല. പേരിട്ടു എന്നുള്ളതുകൊണ്ട് അവൾ രാക്ഷസിയാവണം എന്നും നിർബന്ധമൊന്നുമില്ല. നല്ല പേരിട. ദക്ഷപ്രജാപതിയുടെ പുത്രിമാരുടെ പേരെന്തൊക്കെയാണെന്നോ? ശ്രദ്ധ, മൈത്രി, ദയ, ശാന്തി, തുഷ്ടി, പുഷ്ടി, ക്രിയ, ഉന്നതി, ബുദ്ധി, മേധ, തിരീക്ഷ, ഹ്രീ, മൂർത്തി, സ്വാഹ, സ്വധ, സതി. 2 അക്ഷരം. ഒരു പേരിൽ മാത്രം 3 അക്ഷരം. അതിന് സാരമില്ല, ഒരു പേരിൽ ഒരക്ഷരമേ ഉള്ളൂ. അപ്പോൾ കൃത്യം ഈ 2 അക്ഷരം ഓരോ പേരിനും. നല്ല പേരിടണം. അതിൽ 13ാമത്തെ പുത്രിയാണ് മൂർത്തി. ഈ മൂർത്തിയെ വിവാഹം ചെയ്തത് ധർമ്മദേവനായിരുന്നു. ധർമ്മദേവൻ്റെയും മൂർത്തിയുടെയും പുത്രത്വേന ഭഗവാൻ നരനായും നാരായണനായും അവതരിച്ചു. ഈ നരനാരായണാവതാര സമയത്ത് ദേവന്മാരൊക്കെ പുഷ്പവൃഷ്ടി തൂകി ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചു. 14ാമത്തെ പുത്രി സ്വാഹ. സ്വാഹയെ വിവാഹം ചെയ്തത് അഗ്നിയായിരുന്നു. 15ാമത് സ്വധ. സ്വധയെ വിവാഹം ചെയ്തത് പിതൃക്കൾ. 16ാമത്തെ പുത്രി സതീദേവി. സതീദേവിയെ വിവാഹം ചെയ്തത് സാക്ഷാൽ പരമശിവൻ തന്നെ. പുത്രൻ ജനിച്ചില്ല. അതിനു മുമ്പ് സതീദേവി ശരീരം വിട്ടുപോയി. എന്താ കാരണം? ദക്ഷപ്രജാപതിയുടെ അഹങ്കാരത്തിൻ്റെ വലിപ്പം. അല്ലാണ്ട് വേറൊന്നും പറയാനില്ല. എന്നിട്ട് ദക്ഷയാഗം കഥ പറയാൻ തുടങ്ങി. അക്കാലത്ത് പ്രജാപതിമാർ ഒരു സത്രം നടത്തണം എന്ന് തീരുമാനിച്ചിരുന്നു. സത്രം ആരംഭിച്ചു. ദേവന്മാരെല്ലാം ആ സത്രശാലയിലുണ്ടായിരുന്നു. ബ്രഹ്മാവ്, ശിവൻ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ആ സത്രം നടന്നുകൊണ്ടിരിക്കെ ദക്ഷൻ അവിടേക്ക് കയറി ചെന്നു. ദക്ഷൻ കണ്ടാൽ സൂര്യനെപ്പോലെ തേജോമയനാണ്. ദൃഷ്ട്വ അർക്കമിവരോചിഷ. കണ്ടപ്പോൾ എല്ലാവരും അങ്ങോട്ട് എണീറ്റു. പക്ഷേ ബ്രഹ്മാവും ശിവനും മാത്രം എണീറ്റില്ല. ശിവൻ എണീറ്റില്ല എന്ന് വന്നപ്പോൾ ദക്ഷന് വല്ലാണ്ട് ദേഷ്യം വന്നു. അവിടെ വച്ച് ശിവനെ അങ്ങോട്ട് നിന്ദിക്കാൻ തുടങ്ങി. ശിവനിന്ദ കണ്ട് ആളുകൾ ചെവി പൊത്തിപ്പിടിച്ചു. അപ്പോൾ ശിവന്റെ ഭൂതഗണങ്ങളിൽ ചിലർക്ക് സഹിച്ചില്ല. നന്ദികേശൻ എണീറ്റെന്ന് മറുപടി പറയാൻ തുടങ്ങി. ദക്ഷൻ്റെ പിന്നിലും ഉണ്ടായിരുന്നു ചില ആളുകൾ, ഭൃഗുവിനെ പോലെ. അവരും എണീറ്റു. അപ്പം അത് വലിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്കേറ്റമായിട്ട് അങ്ങോട്ട് മാറി. ഒടുവിൽ ദക്ഷൻ ശിവനെ ശപിച്ചു. മേലിൽ ആരെങ്കിലും യജ്ഞം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഹവിർഭാഗം സ്വീകരിക്കാൻ ശിവന് അർഹതയില്ലാതെ പോട്ടെ എന്ന്. ഇത് കേട്ടപ്പോൾ നന്ദികേശ്വരൻ തിരിച്ചടിച്ചു. ഈ പറഞ്ഞത് അഹങ്കാരത്തിൻ്റെ തല കൊണ്ടാണ്. തൻ്റെ ഈ തല പോയിട്ട് ആടിൻ്റെ തല വരട്ടെ എന്ന് ഇങ്ങോട്ടും ശാപം. ദക്ഷൻ അവിടുന്ന് ഇറങ്ങി അങ്ങോട്ട് പോവുകയും ചെയ്തു. പിന്നെ അവിടുന്ന് ആ സത്രം വളരെ ഭംഗിയായിട്ട് നിറവേറി. അത് അവഭൃത സ്നാനത്തോടു കൂടി സമാപിച്ചു. ഈ ദക്ഷൻ്റെ കഥ പണ്ടെന്നോ നടന്നതാണ് എന്ന് മാത്രം വിചാരിച്ചാൽ പോരാ. ഇപ്പോഴും ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ദക്ഷൻ്റെ കഥ നടക്കുന്നുണ്ട്. ഈ അഹങ്കാരികൾ ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ട് വന്നാൽ പിന്നെ ആകെ ഒരു അലങ്കോലമാണ്. അവരിറങ്ങി പോകുന്നത് വരെ. പോയാൽ മുമ്പത്തെ പോലെ തന്നെ ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും. ഇപ്പം എന്തായി? ഇനി മുതൽക്ക് ആരെങ്കിലും യജ്ഞം ചെയ്യുന്നുണ്ടെങ്കിൽ ശിവന് ഹവിർഭാഗം കൊടുക്കാൻ പാടില്ല. ശിവന് ഹവിർഭാഗം കൊടുക്കാതെ കണ്ടൊരു യജ്ഞം ചെയ്താൽ അത് യജ്ഞമാവുമോ? ആവില്ല. മാലോകർക്കൊക്കെ അതറിയാം. എന്നാൽ ദക്ഷൻ്റെ ആജ്ഞയെ ധിക്കരിച്ചുകൂടെ എന്നാണെങ്കിൽ അതിന് ധൈര്യവും പോരാ. ലോകത്തിലൊരിടത്തും യജ്ഞത്തിൻ്റെ ഏർപ്പാടേ ഇല്ലാതെ കണ്ടായി. ദക്ഷൻ നിശ്ചയിച്ചു ശിവന് ഹവിർഭാഗം കൊടുക്കാത്ത യജ്ഞം താൻ തന്നെ ഉദ്ഘാടനം ചെയ്ത് ലോകത്തിന് കാട്ടിക്കൊടുക്കാം എന്ന്. എന്നിട്ട് ദക്ഷൻ യാഗം ആരംഭിച്ചു എന്നാണ് പിന്നത്തെ കഥ.
എന്നിട്ട് ആദ്യം വാജപേയം എന്ന യാഗം ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അതിഗംഭീരമായിട്ടുള്ളൊരു യാഗം, ബൃഹസ്പതി ശവം എന്ന് അതിന് പേര്. ലോകത്തിലെല്ലാ ദിക്കിലും ക്ഷണക്കത്ത് കൊടുത്തയച്ചു. കൈലാസത്തിൽ മാത്രം ക്ഷണമില്ല. സതീദേവി കൈലാസത്തിലിരുന്നുകൊണ്ട് ഒരിക്കൽ ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ ദേവസുന്ദരിമാരെ ഭർത്താക്കന്മാരോടുകൂടി കഴുത്ത് നിറയെ മാലകളും കൈ നിറയെ വളകളും ഒക്കെ ധരിച്ച് അങ്ങനെ വർത്തമാനം പറഞ്ഞു പോണത് കാണാനിട വന്നു. അവരുടെ മുഖത്തുനിന്നാണ് സതീദേവി മനസ്സിലാക്കിയത് തൻ്റെ പിതാവ് ഒരു യജ്ഞം തുടങ്ങിയിട്ടുണ്ട് എന്ന്. ശരിക്ക് സതീദേവിക്കും ഒരാഗ്രഹം തോന്നി ഭർത്താവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് സഞ്ചരിക്കാൻ. പക്ഷേ അദ്ദേഹം പുറപ്പെടുന്നത് കാണാനുമില്ല. അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട് പറഞ്ഞു, പ്രജാപതയസ്ഥ ശുശുരസ്യ സമ്പ്രദം, അവിടുത്തെ ശുശുരൻ ഒരു യജ്ഞം തുടങ്ങിയിട്ടുണ്ടത്രേ, നമുക്ക് അതിൽ പങ്കെടുക്കാൻ അങ്ങോട്ട് ചെല്ലണ്ടേ? ഇതേ നോക്കൂ, മുകളിലേക്ക് നോക്കൂ, ദേവസുന്ദരിമാരെ ഭർത്താക്കന്മാരോടുകൂടി ഇങ്ങനെ യാത്ര ചെയ്യണു. എനിക്കും അങ്ങോട്ടുകൂടി ഇങ്ങനെ യാത്ര ചെയ്യണം എന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. വിവാഹത്തിന് ശേഷം ഇതേവരെ സഹോദരിമാരെയും ഭർത്താക്കന്മാരെയും ഒരുമിച്ച് നമ്മൾ കാണുണ്ടായിട്ടില്ല. നമ്മൾ രണ്ടുപേരും കൂടി ആ യജ്ഞസദസ്സിലേക്ക് അങ്ങോട്ട് ചെന്നാൽ എല്ലാവരെയും ഒരുമിച്ച് കാണാം. നമ്മൾ ഒരുമിച്ച് അങ്ങനെ ചെന്നാൽ അവരെല്ലാവരും നമ്മെ അവിടെ വെച്ച് മാനിക്കുകയും ചെയ്യും. അങ്ങയ്ക്കതൊന്നും വലിയ കാര്യമൊന്നും അല്ലായിരിക്കാം, എന്നാലും സദസ്സിൽ വെച്ച് ഒരു മാന്യത കിട്ടുകയെന്ന് വെച്ചാൽ എനിക്കത് വലിയ കാര്യമാണ്. അതുകൊണ്ട് പുറപ്പെടൂ. പിന്നെ ക്ഷണം കിട്ടിയിട്ടില്ല, അതൊന്നും സാരമൊന്നുമില്ല. മകൾക്ക് അച്ഛൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ ക്ഷണം കിട്ടിയിട്ട് വേണോ? പുറപ്പെടും, നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം. അദ്ദേഹം അപ്പം പറഞ്ഞു, നിൻ്റെ അച്ഛൻ യജ്ഞം എന്ന പേരും പറഞ്ഞുകൊണ്ട് എന്തോ ചിലതൊക്കെ കാട്ടിക്കൂട്ടണു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മെ അവമാനിക്കുക എന്നതാണ്. അന്ന് ആ പ്രജാപതിമാരെ സത്രസ്ഥലത്ത് വെച്ച് എത്ര കൂർത്ത വാക്ക് പറഞ്ഞിട്ടാണോ എന്നെ ശകാരിച്ചത്. അതിന് ഭാഗത്തിന് ഞാൻ തെറ്റൊന്നും ചെയ്തില്ല. നിൻ്റെ അച്ഛൻ വന്നപ്പോൾ ഞാൻ എണീറ്റില്ല എന്നൊരൊറ്റ കാരണം, അതിൻ്റെ പേരിലാണ് എന്നെ ശകാരിച്ചത് മുഴുവനും. ശത്രുക്കളുടെ കൂരമ്പ് മേലിൽ കൊണ്ടാൽ വേദന സഹിക്കാം, പക്ഷേ കൂർത്ത വാക്ക് മനസ്സിലങ്ങോട്ട് വന്ന് കയറിയാൽ ആ വേദന പിന്നെ മാറലില്ല. അതുകൊണ്ട് പോയാൽ ഒട്ടും ശരിയാവും എന്നെനിക്ക് തോന്നുന്നില്ല. ഞാൻ ഏതായാലും വരില്ല. ഞാൻ പറഞ്ഞത് മാനിക്കാതെ കണ്ട് നീ അവിടേക്ക് ചെല്ലുകയാണെങ്കിൽ നിന്നെ ആളുകൾ മാനിക്കുന്നതിന് പകരം നിനക്ക് അവമാനമാവും നേരിടേണ്ടാവുക. ഇഷ്ടമല്ലാത്തത് പലതും കാണേണ്ടതായിട്ട് വരും. മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത്രയും വരെ അദ്ദേഹം പറഞ്ഞു. പിന്നെ ഒന്നും മിണ്ടിയതുമില്ല. സതി പിന്നെയും പറഞ്ഞു നോക്കി പുറപ്പെടുമെന്ന്. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല, അനങ്ങിയില്ല. അങ്ങനെ ചിന്മുദ്രം സ്വീകരിച്ച് കണ്ണടച്ചുകൊണ്ടിരുന്നു. സതി അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. പക്ഷേ ഇറങ്ങിയപ്പോൾ ഒറ്റയ്ക്ക് പോകാൻ വയ്യ. വിവാഹത്തിന് ശേഷം ഒരുമിച്ചല്ലാതെ കണ്ടൊരു ദിക്കിലേക്ക് പോവുകയുണ്ടായിട്ടില്ല. വീണ്ടും തിരിച്ചു വന്നു. പിന്നെയും പറഞ്ഞു പുറപ്പെടുമെന്ന്. അപ്പോഴും അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. വീണ്ടും പുറത്തേക്കിറങ്ങി വീണ്ടും തിരിച്ചു വന്നു. ഇങ്ങനെ ഇപ്പോൾ ദ്വിധാ സതി, പിന്നെ രണ്ട് സതി ഉണ്ടെന്ന് തോന്നും. എങ്ങനെയായാലും അച്ഛൻ്റെ യജ്ഞത്തിൽ പങ്കെടുക്കണം എന്ന് വാശി പിടിക്കുന്ന ഒരു സതി, ഭർത്താവിനോട് വേർപിരിയുവയ്യ എന്ന് വിചാരിക്കുന്ന പതിവ്രതയായ വേറൊരു സതി, രണ്ട് സതികളുണ്ട് ഇവിടെ എന്ന് തോന്നും. പുറത്തേക്ക് ഇറങ്ങിപ്പോവും, അത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരും. ഇങ്ങനെ പല പ്രാവശ്യം ഉണ്ടായി. അദ്ദേഹം ഒപ്പം വരില്ല എന്ന് തീർച്ചയായപ്പോൾ ഒറ്റയ്ക്ക് കാളപ്പുറത്ത് കയറി അവിടുന്ന് പുറപ്പെട്ടു. ഭൂതഗണങ്ങൾ ഇതിങ്ങനെ നിരീക്ഷിച്ചു. ഇതിലെന്തോ പന്തികേടുണ്ട് എന്നവർക്ക് മനസ്സിലായി. അവരും പിന്നാലെ പുറപ്പെട്ടു. സതി ദക്ഷൻ്റെ യജ്ഞശാലയിലേക്ക് ചെന്നു. അമ്മയും സഹോദരിമാരും കുശലം പറയാൻ വന്നു. ദക്ഷനോ സതിയെ കണ്ടപ്പോൾ കണ്ണങ്ങോട്ട് തുറിച്ചു മിഴിച്ചു, പുലികക്കൊടി വളച്ചു, ചുണ്ട് കടിച്ചു. യജ്ഞദീക്ഷിതനായതുകൊണ്ട് ഒന്നും സംസാരിച്ചില്ല എന്ന് മാത്രം. എന്നാലും അവിടെ ഇരുന്നു. അവമാനിതയാണ് എങ്കിലും പിന്നെ നോക്കി ഇവിടുത്തെ ഏർപ്പാടുകൾ എന്തൊക്കെയാണ് എന്ന്. അപ്പം കണ്ടു, അരുദ്രഭാഗം തം അപേക്ഷിച്ച് അധ്വരം. രുദ്രന് ഭാഗമില്ലാത്തതാണ് ഈ യജ്ഞം. അധർമ്മം ചെയ്താൽ മാത്രമല്ല പാപമുള്ളൂ, അധർമ്മം ചെയ്യണത് കണ്ടിട്ട് അരുത് എന്ന് പറഞ്ഞില്ലെങ്കിൽ അതും പാപമാണ്. അങ്ങനെ ഒരു പാപം തന്നെ ബാധിക്കരുത്. അവിടെ വച്ച് സതി എല്ലാവരും കേൾക്കാൻ പാകത്തിന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ന യസ്യ ലോകേസ്ത്യതിശായന. അച്ഛൻ എന്താ ഈ ചെയ്യണത്? ശിവനെ നിന്ദിക്കുകയെ. അദ്ദേഹത്തിന് തുല്യനായി ഇന്നോളം ആരും ജനിച്ചിട്ടില്ല. അദ്ദേഹത്തിനെ അതിശയിക്കുന്നവനായി ഇന്നോളം ആരും ജനിച്ചിട്ടില്ല, ജനിക്കുകയും ഇല്ല. അതാണ് അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യം. ഇത് ചെയ്യാൻ അച്ഛനെ ഉപദേശിച്ചതാരാ? അച്ഛൻ്റെ അഭ്യുദയകാംക്ഷികളോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആണെന്ന് പറയാൻ വയ്യ. അച്ഛൻ്റെ ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കും എന്ന് വേണം പറയാൻ. അതുകൊണ്ട് ഇത് നിർത്തണം. അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യം അച്ഛൻ അറിഞ്ഞുകൂടാ. പവിത്രകീർത്തിം തം അലംഘ്യശാസനം. അദ്ദേഹം എത്ര കരുണാവാരിധിയാണെന്നോ. ഭഗവാന്റെ മഹാദേവൻ്റെ കാരുണ്യത്തിനെ കുറിച്ച് ഉള്ള അനേകം കഥകളിലൊന്ന്
സുന്ദരമൂർത്തി നായനാർ എന്ന ഒരു വലിയ ഭക്തനുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ. അദ്ദേഹം മധുരയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ഇങ്ങനെ തെരുവിൽ കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആ തെരുവിൻ്റെ രണ്ട് ഭാഗത്ത് വീടുകളുണ്ടായിരുന്നു. ഒരു വീട്ടിൽ വലിയ ഉത്സവം, ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവർക്കും പരമസന്തോഷം. മറുവശത്ത് ഒരു വീട്ടിൽ ആകെ ഒരു മൂകത. ആ ദുഃഖിത കുടുംബത്തിലേക്ക് അദ്ദേഹം ചെന്ന് കയറി. എന്താ ദുഃഖ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ അവിടുത്തെ അച്ഛനും അമ്മയും പറഞ്ഞു, ഇന്നിപ്പോൾ അങ്ങേ ഭാഗത്ത് എന്താണെന്നോ ഈ ആളുകളൊക്കെ ഒരുമിച്ച് ചേർന്നത് അവിടെ ഒരു ബാലൻ്റെ ജന്മദിനം ആണ്. അപ്പോൾ ബന്ധുക്കളെല്ലാവരും വന്ന് സന്തോഷമായിട്ട് അതിൽ പങ്കെടുക്കുകയാണ്. ഈ കുടുംബത്തിലുണ്ടായിരുന്നു ഒരു ബാലൻ. അവർ കൂട്ടുകാരായിരുന്നു. ഒരുമിച്ച് നദിയിൽ കുളിക്കാൻ പോയി. ഈ വീട്ടിലെ ബാലൻ നദിയിൽ ഒഴുകിപ്പോയി. ഇന്നിപ്പോൾ അങ്ങേ ഭാഗത്ത് ആ ബാലൻ്റെ ജന്മദിനം ആളുകളിങ്ങനെ ആഘോഷിക്കുന്ന സമയത്ത് ഈ അച്ഛനും അമ്മയ്ക്കും അതിങ്ങനെ ഓർമ്മ വരികയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് തിരുവാരൂരപ്പനെ സ്തുതിച്ചുകൊണ്ട് കുറേ കീർത്തനങ്ങൾ പാടി. ഏറെ താമസം ഉണ്ടായില്ല, എന്നോ ഒഴുകിപ്പോയ ആ ബാലൻ ഈ ഗൃഹത്തിലേക്ക് തിരിച്ചിങ്ങോട്ട് വന്നു. സുന്ദരമൂർത്തി നായനാരുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളവർ ഈ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതാണ് ഭഗവാന്റെ മഹാദേവന്റെ മാഹാത്മ്യം എന്നർത്ഥം. ഭക്തനെ ഒരിക്കലും ഭഗവാൻ കൈവിടാറില്ല. പവിത്രകീർത്തിം തം അലംഘ്യശാസനം. പക്ഷേ അദ്ദേഹത്തിനോട് കളിച്ചാൽ ഉണ്ടല്ലോ, ആരായാലും കളി പഠിക്കും. അതുകൊണ്ട് ഇത് നിർത്തൂ എന്ന് മാലോകർ മുഴുവൻ കേൾക്കാൻ പാകത്തിനാണ് സതീദേവി ഉറക്കെ വിളിച്ചു പറഞ്ഞത്. ആരും കേട്ടുന്നേ നടിച്ചില്ല. ഇനി ശിവനിന്ദ ചെയ്ത ഒരാളുടെ പുത്രിയായിട്ടുള്ള ജീവിതം തുടരേണ്ടതില്ല എന്ന് സ്വയം തീർച്ചപ്പെടുത്തി. ചമ്പ്രം പടിഞ്ഞ് അവിടെ ഇരുന്നു. ശിവനെ മനസ്സുകൊണ്ട് നല്ലോണം ധ്യാനിച്ചു. ശംഭോരുദ്ര മഹാദേവ, ശിവശിവരുദ്ര മഹാദേവ, ഹരഹരരുദ്ര മഹാദേവ. ഒരു മിനിറ്റ് നേരം മഹാദേവന്റെ നാമം ഉച്ചരിച്ചു. തൻ്റെ ഉള്ളിൽ തന്നെയുള്ള യോഗാഗ്നിയെ സ്വയം അങ്ങോട്ട് വികസിപ്പിച്ചു. അങ്ങനെ കർപ്പൂരം കത്തിയെരിയുന്നത് പോലെ സതീദേവിയുടെ ശരീരം കത്തിയെരിഞ്ഞുപോയി. ഭൂതഗണങ്ങൾക്ക് ഇത് കണ്ട് സഹിക്കാനായില്ല. അവർ ദക്ഷനെ ആക്രമിക്കാൻ ചെന്നു. ദക്ഷന്റെ പുരോഹിതന്മാർ ആഭിചാര ഹോമം ചെയ്തു. ആ ഹോമകുണ്ഡത്തിൽ നിന്ന് ഋഭുക്കൾ എന്നു പേരുള്ള ചില ദുർഭൂതങ്ങളുണ്ടായി. ഈ ദുർഭൂതങ്ങൾ ശിവന്റെ ഭൂതങ്ങളെ ആക്രമിക്കാൻ വന്നു. ശിവന്റെ ഭൂതങ്ങളൊക്കെ കൈലാസത്തിലേക്ക് തിരിച്ചു പോന്നു. ശിവനോ, അദ്ദേഹം ഇതൊക്കെ മുൻകൂട്ടി കണ്ടറിഞ്ഞ ആളാണ്. ഇത്രയായ സ്ഥിതിക്ക് ലേശം ഒന്ന് ദേഷ്യപ്പെടണ്ടേ എന്ന് കരുതി ഇത്തിരി ദേഷ്യപ്പെട്ടു എന്നാണ്. അപാരം ആദധേ, ദേഷ്യത്തിന് അടിമയായി എന്നല്ല, ദേഷ്യം കയ്യിലെടുത്തു. എന്നിട്ടോ ആ ജടാമുടി പിടിച്ചൊന്നങ്ങോട്ട് ഒലച്ചു. അതിൽ നിന്ന് പുതിയ ഒരു ഭൂതം ഉണ്ടായി, വീരഭദ്രൻ എന്ന പേര്. ദക്ഷനെയും യജ്ഞത്തിനും തകർക്കണം എന്ന് ശിവന്റെ കൽപ്പന. വീരഭദ്രന്റെ നേതൃത്വത്തിൽ മറ്റു ഭൂതഗണങ്ങളെല്ലാം ചാടിത്തുള്ളിക്കൊണ്ടായിരുന്നു പിന്നെ ദക്ഷന്റെ യജ്ഞശാലയിലേക്ക് കയറി ചെന്നത്. എങ്ങനെയൊക്കെ ആ യജ്ഞം മുടക്കാം, ആ വിധത്തിലൊക്കെ അവർ മുടക്കി. അന്ന് സതി ഇങ്ങനെ കത്തിയിരിക്കണത് കണ്ടുകൊണ്ടിരുന്ന ചില ആളുകളുണ്ടായിരുന്നു. അവരുടെ കണ്ണോരം തുറന്നെടുത്തു. ചിലരിങ്ങനെ താടി ചൊറിഞ്ഞുകൊണ്ടിരുന്നു അത്രേ, അവരുടെ താടി രോമം പറിച്ചെടുത്തു. ചിലരിങ്ങനെ പല്ലിളിച്ചുകൊണ്ടിരുന്നു, അവരുടെ പല്ല് ഓരോന്നായിട്ട് പിഴുതെടുത്തു. അങ്ങനെ ശിവനിന്ദയിൽ പങ്കെടുത്ത എല്ലാവർക്കും അംഗഭംഗം നേരിട്ടു. ദക്ഷനെ തന്നെ അങ്ങോട്ട് പിടിച്ചു നിർത്തി, തല പിരിച്ചിങ്ങോട്ട് എടുത്തു, ദക്ഷിണാഗ്നിയിൽ ഹോമിച്ചു. അവിടുന്ന് ഭൂതങ്ങളൊക്കെ തിരിച്ചിങ്ങോട്ട് പോരുകയും ചെയ്തു. ഇപ്പോൾ ദേവന്മാർക്ക് വല്ലാത്ത വിഷമായി. എല്ലാവരും വികലാംഗന്മാരായി മാറിയിരിക്കണു. എന്നിട്ട് അവർ ബ്രഹ്മാവിനോട് സങ്കടം പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങളെല്ലാവരും ശിവന്റെ മുമ്പിൽ അപരാധം ചെയ്തിരിക്കണു. ഇനി നിങ്ങളെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് മാത്രമേ പറ്റുള്ളൂ. എല്ലാവരും കൈലാസത്തിൽ ചെന്ന് നമസ്കരിക്കുക. ബ്രഹ്മാവ് നേതൃത്വം കൊടുത്തു. ബ്രഹ്മാവിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും കൈലാസത്തിൽ ചെന്ന് മഹാദേവന്റെ മുമ്പിൽ ചെന്ന് നമസ്കരിക്കണു. അതാണ് അടുത്ത രംഗം. എല്ലാവർക്കും വേണ്ടി ശിവനോട് രണ്ടു വാക്ക് ബ്രഹ്മാവ് സംസാരിച്ചു. ശിവന് ഹവിർഭാഗം സമർപ്പിച്ചുകൊണ്ട് ഉള്ള യജ്ഞം വീണ്ടും ആരംഭിക്കണം. അതിന് ദക്ഷനെ ജീവിപ്പിക്കണം. പോരാ, ഈ ദേവന്മാരൊക്കെ അംഗഭംഗം വന്നവരാണ്. ഇപ്പോൾ എല്ലാവർക്കും പണ്ടത്തെ പോലെ അംഗവൈകല്യമൊക്കെ തീർന്ന് എല്ലാവരും സുഖമാവണം. ബ്രഹ്മാവിൻ്റെ ഈ വാക്ക് കേട്ട് ശിവൻ പ്രതികരിച്ചു. എനിക്ക് പ്രത്യേകിച്ച് ആരോടും രാഗമോ ദ്വേഷമോ ഒന്നുമില്ല. ഓരോരുത്തരും അവനവൻ്റെ കർമ്മഫലം അനുഭവിക്കണു എന്ന് മാത്രം. ദക്ഷൻ്റെ കർമ്മഫലം അനുഭവിച്ചു എന്ന് കരുതിയാൽ മതി. എല്ലാവരും യജ്ഞശാലയിലേക്ക് വരിക. ഞാനും യജ്ഞശാലയിലേക്ക് വരികയായി. ശിവൻ്റെ വാക്കനുസരിച്ച് എല്ലാവരും യജ്ഞശാലയിലേക്ക് പുറപ്പെട്ടു. ശിവൻ ആ യജ്ഞശാലയിൽ വന്നു. ദക്ഷൻ്റെ ഉടലിനോട് ഒരു ആടിൻ്റെ തല അവിടെ ചേർത്ത് വെച്ചു. കൈകൊണ്ടൊന്ന് തലോടി. ദക്ഷൻ
വീണ്ടും ഉണർന്നെഴുന്നേറ്റു. ആ ആടിൻ്റെ തല കൊണ്ട് ശിവനെ സ്തുതിക്കാൻ തുടങ്ങി. ഭൂയാൻ അനുഗ്രഹ, അത് പറഞ്ഞുകൊണ്ടാണ് ദക്ഷനെ സ്തുതിക്കണത് തന്നെ. അവിടുന്ന് എന്നെ ശിക്ഷിക്കുകയല്ല ചെയ്തത്, എന്നെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്തുതി. ഇനി എപ്പോഴെങ്കിലും ഞാൻ വഴിതെറ്റി പോവുകയാണെങ്കിൽ അപ്പോഴൊക്കെ എന്നെ ശിക്ഷിച്ചിട്ടായാലും അവിടുന്ന് നന്നാക്കിയെടുക്കണേ, അതും കൂടി ശിവനെ ഏൽപ്പിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത പശ്ചാത്താപം തോന്നുന്നുണ്ട്. താൻ ഒരു പരുക്കനായിട്ട് പെരുമാറിയത് കൊണ്ടാണല്ലോ തൻ്റെ ആ ഓമന മകൾ ദഹിച്ചു പോയത്. അതൊക്കെ ഓർക്കുമ്പോൾ വലിയ വിഷമം. അവിടെ വച്ച് ശിവന്റെ നിർദ്ദേശപ്രകാരം ദക്ഷൻ യജ്ഞം വീണ്ടും ആരംഭിച്ചു. മഹാവിഷ്ണുവിന് വേണ്ടി പുരോടാശം സമർപ്പിച്ചു. അതോടുകൂടി ഭഗവാൻ അവിടെ പ്രത്യക്ഷനാവുകയും ചെയ്തു. തലയിൽ നല്ല പൊന്മയമായ കിരീടമൊക്കെ ചാർത്തി, നല്ല ഒന്നാം തരം മഞ്ഞപ്പട്ടുമൊക്കെ ധരിച്ച് മേലാസകലം സ്വർണ്ണാഭരണങ്ങളും അണിഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട ആ ഭഗവാനെ കണ്ടാൽ ഇപ്പം എന്താ തോന്നുക? അതും 8 കൈകളോടുകൂടി കണ്ടാൽ ഒരു കണിക്കൊന്ന മരം അടിമുടി ഇങ്ങനെ പൂത്തു നിൽക്കുകയാണോ എന്ന് തോന്നിപ്പോകും. എല്ലാവരും എഴുന്നേറ്റ് നമസ്കരിച്ച് അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി. ഓരോരുത്തരും ഓരോ ശ്ലോകം കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. സ്തുതിയൊക്കെ കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ ദക്ഷനെ മുൻനിർത്തിക്കൊണ്ട് ലോകത്തിന് എല്ലാവർക്കും വേണ്ടി ഒരു ഉപദേശം. അഹം ബ്രഹ്മാച സർവശ്ച ജഗത കാരണം പരം. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. ശിവൻ വേറെ, ബ്രഹ്മാവ് വേറെ, ഞാൻ വേറെ എന്ന് ആരും വിചാരിക്കരുത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇത് 3 നടക്കണം. അതിനുവേണ്ടി 3 മൂർത്തികൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ 3 പേരില്ല, 1 മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. കയ്യും കാലും തമ്മിൽ തല്ല അങ്ങനെ പതിവില്ലോ. ശിര പാണ്യാദിഷു, കയ്യും കാലും തമ്മിൽ തല്ലില്ല, ഒരാളുടെ തന്നെ അവയവങ്ങളാണ് ഇതൊക്കെ. ഇതുപോലെയാണ് ശിവനും ബ്രഹ്മാവും ഞാനും. ഇങ്ങനെ ലോകത്തിലെല്ലാവരും കേൾക്കാൻ പാകത്തിനായിരുന്നു ഭഗവാന്റെ ഉപദേശം. ഭഗവാന്റെ സന്നിധിയിൽ വെച്ച് ദക്ഷൻ വീണ്ടും യാഗം ആരംഭിച്ചു. അത് സമംഗളം പര്യവസാനിക്കുകയും ചെയ്തു. ഇതിന്നൊരു കാര്യം തീർച്ച, ഭഗവാന്റെ സാന്നിധ്യമുണ്ടോ? ഉണ്ടെങ്കിൽ യജ്ഞം സമംഗളം പര്യവസാനിക്കും. നേരെ മറിച്ച് ഭഗവാന്റെ സാന്നിധ്യം ഇല്ലാതെ വന്നാൽ അത് യജ്ഞമാവില്ല, അത് അലങ്കോലപ്പെടുകയും ചെയ്യും തീർച്ച. അന്ന് ശിവനിന്ദയിൽ പങ്കെടുത്തത് കൊണ്ട് ചില ആളുകൾക്ക് അംഗഭംഗം നേരിട്ടു എന്ന് പറഞ്ഞല്ലോ. മിക്കവാറും അതാത് അവയവങ്ങളെല്ലാം ശിവൻ തന്നെ വീണ്ടും കൊടുത്തു ദേവന്മാർക്ക്. മിക്കവാറുമാണ്, പൂർണ്ണമായിട്ടും പണ്ടത്തെ പോലെ ആക്കിയില്ല. എന്തിന്? കുറച്ച് ബാക്കി വെച്ചു എന്നല്ലേ, ഒരു പഴയ ഓർമ്മ ബാക്കി ഉണ്ടാവണം. അതിനുവേണ്ടി തന്നെ ശിവനിന്ദയിൽ പങ്കെടുത്താൽ ഇതാണ് ഫലം എന്ന് കാണുന്ന ആളുകൾക്ക് ഒരു മുന്നറിയിപ്പും ഉണ്ടാവണം. അന്ന് ദഹിച്ചു പോയ സതീദേവിയോ ഹിമവാന്റെ പുത്രിയായി അവതരിച്ചു. വീണ്ടും പാർവതി എന്ന പേരിൽ ഇന്നും ശിവനെ തന്നെ ശുശ്രൂഷിച്ചുകൊണ്ടാണ് ദേവി വർത്തിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ശിവന്റെ മാഹാത്മ്യം നല്ലപോലെ വിസ്തരിക്കുന്നതാണ് ഈ ദക്ഷയാഗം കഥ. ഇത് അനുസ്മരിക്കുന്നത് പോലും പുണ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കഥ ഇവിടെ നിർത്തിയത്. ഇപ്പോൾ ആ ആദിമ മനുഷ്യനായ സ്വയംഭുവന്റെ ആകൂതി, ദേവഹൂതി, പ്രസൂതി എന്നീ 3 പുത്രിമാരുടെയും കഥ പറയുക കഴിഞ്ഞു. ഇനി പുത്രന്മാരുടെ കഥ പറയാൻ ബാക്കിയുണ്ട്. ആദ്യം പറയാൻ പോണത് 2ാമത്തെ പുത്രനായ ഉത്താനപാദന്റെ കഥ. അത് അടുത്ത അധ്യായത്തിൽ കേൾക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.